ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലാണ്. ഉള്ളി, ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞ് പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് വഴറ്റി നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ. അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങയും മല്ലി, മുളകും കുരുമുളകും ഉള്ളി കരിവേപ്പിലയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. ഒരുവിധം നല്ലോണം. അതിനകത്ത് ഉപ്പും മുളകും കരിവേപ്പിലയും ചേർത്തിട്ടാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മൂക്കാൻ വിടണം. മൂത്തതാണ് എങ്കിൽ പോലും അതൊന്നും കൂടി നന്നായിട്ട് മൂത്ത് വരാൻ വിടണം. അത് നല്ലോണം നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി, വളരെ കുറച്ച് പുളി ചേർത്താൽ മതിയായിരിക്കും. ഒരുപാട് പുളിയായ ഉള്ളിത്തീയൽ കൊള്ളത്തില്ല. അതുകൊണ്ട് കുറച്ച് പുളി ചേർത്ത് കുറച്ചും കൂടി നമ്മൾ മിക്സി കഴുകിയ വെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. അത് തീരെ കുറവാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പും പുളി എരിവും ഒരല്പം മധുരവും കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ട് ചാറൊന്ന് കുറുകി വന്നിട്ട് ഇപ്പോൾ നമ്മളിന്ന് കരിവേപ്പില ഉണക്കമുളകും കൂടി ചേർത്ത് വറുത്തിട്ട് കറി റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.